ഞാനും അതും രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് മാറ്റിയിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8:15 ആകുമ്പോഴേക്കും നമ്മുടെ ഓട്ടോ എത്തിയിട്ടോ. തലേന്ന് മാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അവളുടെ കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട കാരണം പിന്നെ അവൾ വന്നില്ല കേട്ടോ. പിന്നെ പായസം വാങ്ങിക്കാനുള്ള തൂക്കുപാത്രമൊക്കെ പിടിച്ച് ഞാനും അതും അങ്ങനെ പോകുന്നു കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അയ്യപ്പൻകാവിക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് നേരെ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇനിത് വൃശ്ചിക മാസമൊക്കെ വന്നവിടെ അടിപൊളിയാണ് കേട്ടോ. നിറമാല കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് നമുക്ക് പൂരം വരെ ഭജനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഭയങ്കര ആളനക്കവും ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ എപ്പോഴും ഇവിടേക്ക് ഭജനയ്ക്കൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ ഇത് വഴിപാട് കഴിക്കുമ്പോൾ അവിടെ ചില്ലറ തരണമെന്ന് മെയിനായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള ചില്ലറൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി പിടിച്ചെടുക്കാറ് കേട്ടോ. പിന്നെ എള്ളുതിരി കത്തിക്കാനുള്ളത് എടുത്തിട്ട് ഞാനും അതും കൂടിയിട്ട് നേരെ നടക്കിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എള്ളുതിരിയൊക്കെ നന്നായിട്ട് കത്തിക്ക്. ചെറിയ കുട്ടിയാകുമ്പോൾ ഈ സംഭവം കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പേടി ഉണ്ടായിരുന്നു, എന്നാലും ഇത് ചെയ്യണത് ഒരു സ്പെഷ്യാലിറ്റി പോലെയൊക്കെ അന്നൊക്കെ തോന്നിയിരുന്നത്. അങ്ങനെ ഇത് എള്ളുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ വലം വെച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞാനും ചേച്ചിയൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചയും അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും കൂടിയിട്ട് അയ്യപ്പൻകാവിക്ക് വരാറുണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ വന്നാലും ഈ കുളത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റെക്കാവും. കുറച്ച് നേരം കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇപ്പോൾ കുളമൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാറായിട്ടുണ്ട്. നമ്മുടെ വൃശ്ചിക മാസം നമ്മളൊക്കെ ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വഴിപാട് കഴിച്ച പ്രസാദമൊക്കെ വാങ്ങിച്ചു. നമുക്ക് പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് എത്താറാകുമ്പോഴാണ് എൻ്റെ വലിച്ചിൻ്റെ മോനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടനോട് ഇപ്പോൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് നിന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഇവരേനൊക്കെ കാണണത് കേട്ടോ. കാരണം ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കണ്ടായിരുന്ന ആൾക്കാർ പിന്നെ വലുതായപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്ന പോലെയാണല്ലോ. പിന്നെ കല്യാണം കൂടെ കഴിയുമ്പോൾ പിന്നെ പറയും വേണ്ട കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നേരെ ആദർശനെ വിളിച്ചു. അങ്ങനെ ഇന്നത്തെ ഓരോ ഉണ്ടായ കഥകളൊക്കെ ആദർശൻ്റെ അടുത്ത് വിവരിക്കാനുണ്ടോ. അപ്പോൾ അതും എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഇതേ കുറച്ച് നേരം ആദർശൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിരുന്നു. നമ്മളൊരു 8 മണിയാകുമ്പോഴേക്കും അമ്പലത്തിൽ പോയിട്ട് ഒരു 8:30 ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദുവിനെ തിരക്കിയിട്ട് ദേവൂട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ട്യൂഷനുള്ള കാര്യം ഇതേ വീട്ടിലേക്ക് എത്താറാകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങളൊരു 8:30 ആകുമ്പോൾ വീട്ടിലെത്തിയതാണ്. ഒരു 9:30 ആകുമ്പോഴത്തെ ദേവൂട്ട് പ്ലാൻ അന്വേഷിച്ച് വന്നത്. ഞങ്ങൾ അച്ഛൻ കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇനി അവൾക്ക് ട്യൂഷന് പോകണ്ടേ എന്നുള്ള മടി പിടിച്ചിട്ടാണ് ഒരുത്തി പോകുന്നത്. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മാളൂനും ദേവൂട്ടിനൊക്കെ കൂടിയിട്ട് കുറച്ച് കൊടുത്തയച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഭയങ്കര ദാഹട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ തണ്ണിമത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ജ്യൂസാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മിക്സിയിലൊന്നും ഇട്ട് അടിക്കുന്നില്ല, വെറുതെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ തണുത്ത വെള്ളം അച്ചങ്ങ് ഫ്രിഡ്ജിൽ ഇല്ലേനും. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.